ഹലോ ഗൈസ്, ഞങ്ങള് സിനിമയ്ക്ക് പോവാട്ടാ. നമ്മുടെ മോഹൻലാലിന്റെ മോന്റെ ഫിലിം ഏതായിരുന്നു, എന്താണ് നമ്മള് ഡൈസറേ എന്ന് പറഞ്ഞുള്ള ഫിലിം. പേര് വായ കൊള്ളാത്ത പേരാണ് ഗൈസ്. അപ്പൊ നമ്മൾ സിനിമയ്ക്ക് പോവാട്ടാ. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. എല്ലാവരും ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. ദേ ഒരാൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയാറില്ല മുടിയിരാറില്ല എന്ന്, മുടിയിരിക്കില്ല, അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഇതേ എല്ലാവരും റെഡി ആയിട്ട് ദേ വന്നിട്ടുണ്ട് കേട്ടോ. അതേ അമ്മ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പ്രേക്ഷകൻ്റെ അമ്മയുണ്ടോ ഗൈസ്. കുറേ ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ പുറത്ത് പോണ വ്ലോഗിലൊക്കെ ഇപ്പോൾ കുറവാണ്. കാരണം അമ്മ ഇപ്പോൾ വരാറില്ല, നമുക്ക് വയ്യ മുട്ടുവാനായിട്ട്. ഇന്ന് സിനിമയ്ക്ക് വരാൻ നല്ല ഇഷ്ടം. അപ്പോൾ സിനിമയ്ക്ക് വരാൻ റെഡിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞമ്മേ. ഒരു ഹായ്. ഞാൻ ഉറങ്ങും ചെയ്യും മക്കളെ. ഹായ്. അങ്ങനെ ഇതേ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി തുടങ്ങിയിട്ടാ. ഒരു 10 മിനിറ്റുള്ള ഗൈസ്. തിയേറ്ററിൽ സിനിമ തുടങ്ങാൻ 10 മിനിറ്റുള്ള. ഞങ്ങൾ ഇവിടെ 8:15 കഴിഞ്ഞു ഗൈസ്. ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തിയേറ്ററിൽ എത്തണം. ഞങ്ങൾ പറക്കേണ്ട വരുന്നതാണ് ഇവിടുന്ന്. VKG വരുന്ന അടുത്ത 3.5-4 കിലോമീറ്റർ ഉള്ളോട്ടാ ഗൈസ്. ദേ എത്തിട്ടാ തിയേറ്ററിലൊക്കെ ഇത് എത്തി. കറക്റ്റ് ഒരു 8:20 ആവുമ്പോഴേക്ക് 8:22 ഞങ്ങൾ എത്തിയിട്ടാ. ഇനി ഞങ്ങൾ മുകളിലേക്ക് പോയാറട്ടെ ഗൈസ്. ഇതാണ് VKG സിനിമസ്. അല്ലല്ല, ഇതിൽ സ്ക്രീൻ 2-ല് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ. പിന്നെ ഇവിടെ തന്നെ സ്പേസ് ഉള്ള കാരണം പിന്നെ അധികം സമയം പോവില്ലാന്ന് തോന്നുന്നു. ഡൈസറേ ഇതാണ് കേട്ടോ ഫിലിം. വണ്ടി അവിടെ മുകളിൽ പാർക്ക് ചെയ്യാൻ സ്പേസില്ല ഗൈസ്. അപ്പോൾ ഇവിടെ താഴെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഇടേണ്ടി വരും. ആരതിക്കുട്ടനൊക്കെ റെഡി ആയിട്ട് നിൽക്കണം ഗൈസ്. ലിഫ്റ്റിൽ കയറാൻ വേഷമായിട്ട് എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വേട്ടനേ വാ. തിയേറ്ററിലൊക്കെ എത്തി. നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അതെ അമലുണ്ട്. അതെ അതെ. എന്താണ് എത്തിയിട്ടാ. ഞങ്ങൾ വേഗം എത്തി. തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇന്റർവെല്ലായിട്ടാ ഗൈസ്. ഇത് കുറച്ച് നേരമുള്ള ഫിലിം എന്ന് തോന്നുന്നുണ്ട്. 1 മണിക്കൂറാകും ഇന്റർവെല്ല്. കോഫി പറഞ്ഞോട്ടാ മീട്ട. എങ്ങനെയാണ് കാരമൽ ചീസ് മിക്സ്. സോഫ ഒരു ചീസ് മാത്രം കേട്ടോ. 80 തന്നെ. പേയ്മെന്റ് ചെയ്തിട്ടില്ലല്ലോ. പേഴ്സ് ആരല്ലോ. ചീസ് മാത്രമല്ല. അപ്പൊ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. എനിക്ക് ഈ ബാത്റൂം പോണ്ട. ഇത് പിടിച്ചത് കൊണ്ടുപോകും റൂമിലേക്ക്. ഇവിടെ മോമോസ് ആണ് കേട്ടോ. അമലുട്ടൻ ആരാധിക്കുട്ടി ഓർഡർ ചെയ്തിട്ട് ദേ വന്നിട്ടുണ്ട് കേട്ടോ. അടിയത്തെടുത്ത് കേട്ടോ. അതൊന്നും പൊന്തിച്ച ആരാധിക്കുട്ട. ഓക്കെ. ഇത് മോമോസ് ആട്ട ഗൈസ്. മോമോസ് നല്ല ഫ്രൈഡ് മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരാൾ പേടിച്ച് എൻ്റെ മേലെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അത്ര പേടിക്കാനുള്ള സിനിമ ഒന്നല്ല കേട്ടോ. എന്നാലും ചെറിയൊരു പേടിയുണ്ട്. എന്തോന്നു സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. റിവ്യൂ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്താ
ആ ലാസ്റ്റ് വന്ന് കഞ്ഞിയായിരിക്കും ശരി. ഞാൻ സിനിമ കഴിഞ്ഞു ഗൈസ്. എന്താണ് ഉണ്ടായിരുന്നത്? ആര് ഇവള് പോയിട്ട് സൂസൈഡ് ചെയ്തുള്ളതാ, ബ്രേക്കപ്പ് ചെയ്തു പറയുന്നുണ്ടായിരുന്നു. അയിലല്ല ശ്വാസം കൂട്ടായിട്ടാണ് ഗൈസ്. സിനിമയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? സിനിമ 2 മണിക്കൂർ കണ്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടാ. പിള്ളേഴ്സ് എങ്ങനെയുണ്ട് സിനിമ പറയൂ. ആദ്യക്കൂട്ടം കാണാത്ത ആദ്യക്കൂട്ടം പറയൂ എങ്ങനെയുണ്ട് സിനിമ. ആദ്യക്കൂട്ടം ഇങ്ങനെ ആക്കിയിട്ടാണ് സിനിമ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഈ സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം കുഴപ്പമില്ല, കണ്ടിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ പ്രേത സിനിമ എന്ന് പറയാൻ, ഹൊറർ മൂവി എന്ന് പറയാൻ പണ്ടത്തെ സിനിമകളുടെ ആ ഒരു പേടിയൊന്നും വരില്ല കേട്ടോ ഗൈസ്. വെറുതെ പറയാണ് കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ. ചില മൂമെന്റ്സ് ഉണ്ട്, അതൊരു പെട്ടെന്നൊരു ഇതാ വരിക, അത്ര ഇതുള്ളൂ. അതല്ലാതെ കുട്ടികളെ കൊണ്ടുപോകാൻ പ്രശ്നമുള്ള മൂവിയൊന്നും ആയിട്ട് തോന്നിയില്ല. പിന്നെ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് മൂവിയിൽ. തുടങ്ങണത് ഒരു ഇതും പിന്നെ അവസാനിക്കേണ്ടത് വേറൊരു ഇതിലാണ്. ഇതിനൊരു പാർട്ട് 2 വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കണത്. കുഴപ്പമില്ല, കണ്ടിരിക്കാനുണ്ട്. അങ്ങനെ നന്നായി നമ്മൾ ഭയങ്കര ഹോപ്പിലൊന്നും ഫിലിം കാണാൻ പോകരുത്. കുഴപ്പമില്ല, നോർമൽ ഒരു ഫിലിം, ഒരു ഹൊറർ മൂവി എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഫ്രണ്ടിലൊരു ചേച്ചി വന്നു, അതാണ് കേട്ടോ. പിന്നെ കണ്ടിരിക്കാനുണ്ട്. ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉള്ളോ, കണ്ടിരിക്കാനുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഇത് വെച്ചിട്ടൊന്നും പോവണ്ട എല്ലാവരും. അതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട ഗൈസ്, വീട്ടിലെത്തി. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെ കാത്തിരിക്കുക, ഞങ്ങളുടെ വീട്ടിലിത് എത്തിപ്പോയി ഗൈസ്. ഇനി പോയി കിടന്നുറങ്ങണം. നാളെ ആരാധ്യമോളുടെ കലോത്സവത്തിന്റെ ഇതാണ് കേട്ടോ. അപ്പൊ നാളെ കലോത്സവ വിശേഷങ്ങൾ ഇതിലുണ്ടാവും കേട്ടോ നാളത്തെ. ഞങ്ങളിവിടെ എത്തിയിട്ട ഗൈസ്, കലോത്സവ വേദിയിൽ എത്തിയിരിക്കുന്നു. ആരാധ്യക്കുട്ടൻ്റെ ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഓട്ടം തുള്ളലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ആരാധ്യക്കുട്ടൻ്റെ റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ. ആപ്പിൽ വരുന്ന വെച്ച് ഞങ്ങൾ വേഗം പോന്നു. റിസൾട്ട് അറിഞ്ഞിട്ടില്ല. റിസൾട്ട് അറിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഗൈസ്. എല്ലാ വീഡിയോസും മുഴുവനായിട്ട് കണ്ടോളൂ, അതുപോലെ ഷോർട്സൊക്കെ കണ്ടോളൂ. ചേച്ചിയുടെ വീഡിയോ സബ് ചെയ്യാനൊക്കെ എല്ലാവരും ചെയ്തോളൂ കേട്ടോ.